Hello and welcome back. Kerala University 4th Sem BA BSc ഹിന്ദി കവിത എവം ഏകാംഗി എന്ന കോഴ്സ് പേപ്പറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ അവൈലബിൾ അല്ല, കാരണം നിങ്ങൾ ഫസ്റ്റ് ബാച്ചാണ് ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിൽ എക്സാം എഴുതാൻ പോകുന്നത്. സോ ഐ തോട്ട് വിൽ ഡിസ്കസ് ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. 2-3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. കോഴ്സ് ടൈറ്റിൽ HN 1411.1. 3 hours ആണ് എക്സാം ഡ്യൂറേഷൻ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാക്സിമം മാർക്സ് 80. ഓക്കെ. 4th Sem you had 2 textbooks in all. That is, for Hindi Kavita you had Kavya Deepti, and for Ekanki you had Saral Ekanki. Kavya Deeptiയിൽ 13 കവിതകളായിരുന്നു നിങ്ങൾ ആസ്വദിച്ചത്. സരൽ ഏകാങ്കിയിൽ 4 എണ്ണവും. കാവ്യദീപ്തിയിൽ ഓൾമോസ്റ്റ് എല്ലാ പോയംസും ചാനലിൽ അപ്ലോഡഡ് ആണ്. ഏകാങ്കിയും ഓൾമോസ്റ്റ് എല്ലാം അപ്ലോഡഡ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, ആ വീഡിയോസ് കാണുക, ആൻഡ് ദെൻ യു കം ടു ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ. ഓക്കെ. പാർട്ട് 1 you have 10 questions in all. No choice. You have to attend all the 10. एक या 2 वाक्य में उत्तर लिखिए. 1-2 സെൻറ്റൻസിൽ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് 10 എണ്ണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. ദാറ്റ് ഈസ് 10 ക്വസ്റ്റ്യൻസിന് യു വിൽ ഗെറ്റ് 10 മാർക്സ്, 1 മാർക്ക് ഈച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കബീർ ദാസ് കെ ഗുരു കോൺ ഥേ? കബീർ ദാസ് എന്ന പോയറ്റിനെ ബേസ് ചെയ്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ കബീർദാസിൻ്റെ എല്ലാം ദോഹകളും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഗുരു രാമാനന്ദാണ്. ഒന്നുകൂടെ ഷോർട്ടായിട്ട് വൈൻഡ് ചെയ്യാം. അദ്ദേഹം ഒരു സെയിൻ്റ് ആയിരുന്നു, സന്ത് ആയിരുന്നു, അതിലുപരി സമാജ് സുധാരക്കായിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു, പിന്നെ നിർഗുൺ ഭക്തി ധാരാ കവിയായിരുന്നു. അതെടുത്ത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു രാമാനന്ദ്, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എങ്ങനെയായിരുന്നു? ഭാഷ ഖിച്ചടി ഭാഷ അല്ലെങ്കിൽ സതുക്കടി ഭാഷയായിരുന്നു. ഖിച്ചടി ഭാഷ എന്ന് വെച്ചാൽ ഒരു അവിയൽ പരുവത്തിൽ പല ഭാഷകളുടെ ഒരു മിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്. എന്നിരുന്നാലും ഭാഷ ഖിച്ചടി ആയിരുന്നാലും ഭാഷാ പർ കബീർ കാ ജബർദസ്ത് അധികാർ ഥാ. ഹി ഹാഡ് പ്രോപ്പർ കമാൻഡ് ഓവർ ലാംഗ്വേജ്. അതുകൊണ്ടാണ് ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വിവേദി എന്ന ഹിന്ദിയിലെ വളരെ ഫേമസ് ക്രിട്ടിക് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, വേ വാണി കെ ഡിക്റ്റേറ്റർ ഹേ. കബീർ കി രചനയെ ബീജക്കിലാണ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. ബീജക്ക് തന്നെ 3 ഡിവിഷൻസ് ഉണ്ട്, സാഖി, സബദ്, രമേനി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുളസിദാസ് കിസ് കാവ്യശാഖ കെ കവി ഥേ? അപ്പോൾ തുളസിദാസിൻ്റെ കാവ്യശാഖ ചോദിക്കുമ്പം തുളസിദാസ് സഗുൺ കാവ്യധാര കെ കവി ഥേ. സഗുണിൽ തന്നെ 2 ഡിവിഷൻസ് ഉണ്ട്, രാംഭക്തി ശാഖയും കൃഷ്ണഭക്തി ശാഖയും. ഈ ഒരു ടേബിൾ, ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിർഗുൺ ഭക്തിധാര, സഗുൺ ഭക്തിധാര, അതിൻ്റെ സബ് ഡിവിഷൻസ് മനസ്സിലാവും. ഇപ്പോൾ സഗുൺ ഭക്തിയിൽ തന്നെ കൃഷ്ണഭക്തും ഉണ്ടായിരുന്നു, രാംഭക്ത് ഉണ്ടായിരുന്നു. കൃഷ്ണഭക്തിൽ നമ്മൾ സൂർദാസ് പഠിച്ചു, രാംഭക്തിൽ നമ്മൾ തുളസിദാസ് പഠിച്ചു. തുളസിദാസിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ രാംചരിതമാനസാണ്. രാംചരിതമാനസാണ് തുളസിദാസിനെ ഇത്രയധികം ഫേമസ് ആക്കിയത്. ഒരു ക്ലാസിക് കാവ്യമാണ് രാംചരിതമാനസ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു സെൻസിൽ എന്തായിരുന്നെന്ന് വെച്ചാൽ, രാമനെ പറ്റിയുള്ള രാംകഥ പല രീതിയിൽ, വാൽമീകി രാമായണം, കുംഭരാമായണം, അങ്ങനെ പല രാമായണം അന്ന് അവൈലബിൾ ആയിരുന്നു. പക്ഷേ എല്ലാം സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലായിരുന്നു, ദേവഭാഷ സംസ്കൃതത്തിലായിരുന്നു. അപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന അവധി ഭാഷയിൽ എഴുതിയ ഒരു കൃതിയാണ് രാംചരിതമാനസ്. ഈ രാംചരിതമാനസ് പബ്ലിഷ് ആയതിനു ശേഷമാണ് എല്ലാ ജനങ്ങൾക്കും രാമൻ്റെ കഥയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാ സർവ്വസാധാരണമായ ജനങ്ങളും രാംചരിതമാനസ് വായിച്ച് സൂക്ഷിക്കാൻ തുടങ്ങി. രാംചരിതമാനസിൻ്റെ പോപ്പുലാരിറ്റി എത്രമാത്രമാണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് 24 മണിക്കൂറും എവിടെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് ഹിന്ദി സംസാരിക്കപ്പെടുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോയ ഇന്ത്യൻസ് എല്ലാവരും അവരുടെ കൂടെ രാംചരിതമാനസ് കൊണ്ടുപോകും.
അപ്പോൾ ഇന്ത്യയിൽ രാത്രിയാകുന്ന സമയത്ത് പോലും മറ്റ് സ്ഥലങ്ങളിൽ എവിടെങ്കിലും ആരെങ്കിലും രാംചരിതമാനസ് വായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പോപ്പുലറായിരുന്നു രാംചരിതമാനസ്. സോ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ്. പിന്നെ വിനയപത്രിക അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തി ഭാവനയിൽ നിറഞ്ഞ ഒരു കാവ്യമാണ്. പിന്നെ കവിതാവലി, ഗീതാവലി, ദോഹാവലി, ഈ 3 പേരുകൾ സാമ്യമുണ്ട്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ തുളസിദാസ് राम भक्ति शाखा के कवि थे. रहीम का पूरा नाम लिखिए. റഹീമിൻ്റെ ഫുൾ നെയിം അബ്ദുർ റഹീം ഖാൻ എ ഖാന എന്ന. ഈ ഖാൻ എ ഖാന നമ്മുടെ ഇന്ത്യയിലെ രാജ്പൂത്സിന് പകരമുള്ള മുസൽമാൻ പേരാണ് ഖാൻ. അപ്പം ഖാൻ എ ഖാന ഒരു പദവിയാണ്, ഒരു ടൈറ്റിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഖാൻ എ ഖാന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പദവിയാണ്. സൺ ഓഫ് രാജ എന്ന ഒരു സെൻസാണ് ഖാൻ എ ഖാന. तो रहीम का पूरा नाम क्या था? അബ്ദുർ റഹീം ഖാൻ എ ഖാന. റഹീമിനെ പറ്റി വളരെ വിശദമായിട്ട് ഈ പർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്ബറിൻ്റെ സേനാപതിയായിരുന്നു, ഒരു യോദ്ധാവ് കൂടിയായിരുന്നു റഹീം. പോയറ്റുമായിരുന്നു, അതുപോലെ തന്നെ വാളും പേനയും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു റഹീം. വളരെ ദയാലുവായിരുന്നു. അദ്ദേഹത്തിന് 2 രചനകൾ ഓർത്തിരിക്കേണ്ടത് റഹീം ദോഹാവലി, ബർവൈ നായിക ഭേദ്, ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഓർത്തിരിക്കേണ്ട രചനകൾ. പിന്നെ ജ്യോതിഷിൽ, ആസ്ട്രോളജിയിൽ അദ്ദേഹം ഖേത്ത് കൗതുകം അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഓതർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പന്ത് ജി കോ കിസ് കാവ്യരചന പർ ജ്ഞാൻപീഠ് പുരസ്കാർ മില? പന്ത് എന്ന് പറയുമ്പോൾ സുമിത്രാനന്ദൻ പന്ത്, ഛായാവാദി കവി സുമിത്രാനന്ദൻ പന്തിന് ചിദംബര എന്ന കാവ്യസംഗ്രഹത്തിനാണ് ജ്ഞാൻപീഠ് പുരസ്കാരം നൽകിയത്. അദ്ദേഹത്തിന് തന്നെ ലോകായത്തൻ എന്ന് പറഞ്ഞൊരു മഹാകാവ്യമുണ്ട്, അത് ഓർത്തിരിക്കണം. അതിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചിദംബരയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാൻപീഠ് പുരസ്കാർ കിട്ടിയത്. പന്തിനെ പറ്റി പറയുമ്പോൾ പ്രകൃതി കെ സുകുമാർ കവി എന്നറിയപ്പെടുന്ന ഒരു കവിയാണ് സുമിത്രാനന്ദൻ പന്ത്. പിന്നെ ഛായാവാദി കാവ്യധാര അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ റൊമാൻറ്റിസിസം, അതിൻ്റെ ഒരു വകഭേദമാണ് ഹിന്ദിയിൽ ഛായാവാദ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഒരു ഛായാവാദി കവിയായിരുന്നു സുമിത്രാനന്ദൻ പന്ത്. ചിദംബര के लिए उन्हें ज्ञानपीठ पुरस्कार से सम्मानित किया गया. ഭിക്ഷുക് കിസ് കാവ്യ സംഗ്രഹ സെ ലിയാ ഗയാ ഹെ? ഭിക്ഷുക് എന്ന കവിത സൂര്യകാന്ത് ത്രിപാഠി നിരാലാജിയുടെ 1921 പബ്ലിഷ് ചെയ്ത അപര എന്ന കാവ്യസംഗ്രഹത്തിലാണ് ഭിക്ഷുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സൂര്യകാന്ത് ത്രിപാഠി നിരാലായും പറയുകയാണെങ്കിൽ ഛായാവാദി കവിയായിരുന്നു. ഇപ്പോൾ സുമിത്രാനന്ദൻ പന്തും സൂര്യകാന്ത് ത്രിപാഠി നിരാല രണ്ടുപേരും ഛായാവാദി പോയറ്റ്സ് ആയിരുന്നു, അത് ഓർത്തിരിക്കണം. नेक्स्ट क्वेश्चन इज़ फ्रॉम सरल एकांकी. 10 मिनट एकांकी के लेखक कौन है? 10 मिनट एकांकी के लेखक हैं डॉक्टर रामकुमार वर्मा. ഏകാങ്കി പഠിക്കുമ്പോൾ ആ സരൽ ഏകാങ്കിയിലെ ഈ 4 ഏകാങ്കി ഒരുമിച്ചിട്ട വീഡിയോയിൽ ഞാൻ ഏകാങ്കിയുടെ ഇൻട്രോസ് പറഞ്ഞിട്ടുണ്ട്. ഏകാങ്കിയുടെ തത്വം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. പിന്നെ അതിൽ വിട്ടുപോയ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പറയാം. ഡോക്ടർ രാംകുമാർ വർമ്മ ഏകാങ്കി കെ ജനക് കെ രൂപ് മേ ആയേ, അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട് അവർ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. രജനി ദേവി കിസ് ഏകാങ്കി കാ പാത്ര ഹെ? രജനി ദേവി സ്വദേശ് ദീപക് എഴുതിയ ഷാദി കി ബാത്ത് എന്ന ഏകാങ്കിയിലെ ക്യാരക്ടറാണ്. അവർ ചക്കോരിയുടെ അമ്മയാണ്. ഇപ്പം ചാന്താണ് പെണ്ണ് കാണാൻ വരുന്നത്. ചാന്തിൻ്റെ അച്ഛൻ പ്രഭാത് ചന്ദ്ര കൂടെ ഉണ്ട്. അവസാനം ആ ഏകാങ്കിയിലെ എൻഡിൽ പ്രഭാത് ചന്ദ്രവും ഈ രജനി ദേവിയും തമ്മിലുള്ള വിവാഹമാണ് ഉറപ്പിക്കുന്നത്. ഓർമ്മ കാണൂല നിങ്ങൾക്ക്. 8th क्वेश्चन, ममता कालिया का पहला उपन्यास कौन सा है? ममता कालिया का पहला उपन्यास बेघर എന്ന നോവലാണ് മമത കാലിയയുടെ ഫസ്റ്റ് നോവൽ. 9th क्वेश्चन, पवन करण का प्रथम काव्य संग्रह कौन सा है? इस तरह मैं, അതാണ് പവൻ കരൻ്റെ പ്രഥം കാവ്യസംഗ്രഹ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ത്രീ മേരെ ഭീതർ, അസ്പതാൽ കെ ബാഹർ ടെലിഫോൺ, കഹനാ നഹീ ആത്താ, ഇതെല്ലാം പവൻ കരൻ്റെ കാവ്യ സംഗ്രഹമാണ്. 10th ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രാം കി യാത്ര കിസ്കി രചന ഹെ? രാം കി യാത്ര നമ്മുടെ അരവിന്ദാക്ഷൻ സാറിൻ്റെ രചനയാണ്. ആക്ച്വലി ഈ ആൻസർ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി. ഞാൻ അത്ര നമുക്ക് എല്ലാ ഓതേഴ്സിൻ്റെയും ഓതർ ഡിസ്ക്രിപ്ഷൻ നോക്കിയെങ്കിലും ഇത് കണ്ണിൽ പെട്ടതേ ഇല്ല. പിന്നെ എൻ്റെ ട്രിവാൻഡ്രം വിമൻസ് കോളേജിലെ കൊലീഗ്സ് എല്ലാം കൂടെയാണ് ഹെൽപ്പ് ചെയ്തത്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പം വളരെ ട്രിക്കി ആയിട്ടായിരിക്കും.
ലൈക്ക് ഓതർ ഡിസ്ക്രിപ്ഷനിലെ എല്ലാ രചനകളും ഒന്നും ഓർത്ത് വെക്കാൻ കുട്ടികൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 10 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് കിട്ടുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അൺടിൽ ആൻഡ് അൺലെസ് എല്ലാ ഓതറിൻ്റെയും ഓതർ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നല്ലപോലെ നോക്കിയിട്ട് പോകണം. എനിവേ, വൺസ് അഗെയിൻ ഐ താങ്ക് all my colleagues of Government Women's College, Trivandrum. ഓക്കെ, സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജുഡേ രഹിയെ മസ്ത് രഹിയെ.